ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അവിൽ മിൽക്കാണ്. അതിനാവശ്യമായ ചെറുപഴം 4 പിന്നെ അണ്ടിപ്പരിപ്പ് വേണം, ചെറിയ 2 കഷ്ണം ബദാം, പിന്നെ അവില്, പിന്നെ ആവശ്യമായ നിലക്കടല വറുത്തതാണ്, പിന്നെ 1/2 ലിറ്റർ പാല് നല്ല തണുപ്പിച്ചത്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആണ്. ഇത്രയും ഐറ്റമാണ് നമുക്ക് ആവശ്യം. ഒരു ജാറെടുത്ത ശേഷം, മിക്സിയുടെ ജാറെടുത്ത ശേഷം അതിലേക്ക് ചെറുപഴം ഇടുക. അതിനിട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ച പാൽ അതിലൊഴിക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അത് എന്നിട്ട് നമുക്ക് അവിൽ നന്നായി വറുത്തെടുക്കണം. നല്ല മൊരുമൊരു ആയി വറുത്തെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കുട്ടികളൊക്കെ കളിച്ച് വരുമ്പോൾ, ചൂടുകാലത്ത് കളിച്ച് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ അവിൽ മിൽക്ക്. ശരീരമൊക്കെ നന്നായി തണുപ്പാവും. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് കുട്ടികൾ വന്ന ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് പഴവും പാലും കൂടി മിക്സിയിൽ അരച്ച് വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക, തണുപ്പിക്കുക. അത് കഴിഞ്ഞ് കുട്ടികൾ വന്ന ശേഷം മാത്രമേ ഇത് ചേരുവകൾ ചേർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കട്ടായി പോകും. എൻ്റെ യൂട്യൂബ് ചാനലായ വില്ലേജ് K9 വൈബ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡിൻ്റെയും ഒരുപാട് ഫോട്ടോസുകൾ കാണാം. അത് കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഇപ്പം നമ്മുടെ അവിൽ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പഴം മിക്സിയിലിട്ട് പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ ചൂടുകാലത്ത് ഇതേപോലെയുള്ള ഐറ്റങ്ങളൊക്കെ കൂടുതലും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് വെച്ച ശേഷം അതിലേക്ക് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന പാലും പഴവും കൂടി ഇതിൽ കുറച്ച് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ബദാമും പിന്നെ അവിലും മേലെയിട്ട് ഒരു ലെയർ കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി പാൽ ഒഴിക്കുക. എന്നിട്ട് വേണം രണ്ടാമത്തെ ലെയറിലേക്ക് വേണം നമുക്ക് ഇതേപോലെ പിന്നെയും ചേർത്തുക. അപ്പോൾ ബദാം ഇട്ടിട്ടുണ്ട്, കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അവിൽ കുറച്ചിട്ട് അതിന് മേലെ കുറച്ചും കൂടി നമ്മുടെ അടിച്ചു വെച്ച് വയ്ക്കുക. ഇനി ഒന്നും കൂടി ഈ ഒരു ലെയറും കൂടി ഇനിയും അതേപോലെ തന്നെ ചെയ്യുക. അവിലും കടലയും അണ്ടിപ്പരിപ്പും ബദാമും ഇടുക. അവിൽ കുറേ കൂടുതൽ ചേർത്ത് നല്ലതാണ്. ഇത് അപ്പം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ഈ ചൂടുകാലത്ത് നന്നായി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികളുടെ വയർ നിറയുകയും ചെയ്യും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവിൽ മിൽക്ക്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായി കാണാം.